പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയും മറ്റന്നാളും, അതായത് ജൂൺ 1, 2 തീയതികൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടുന്ന ദിവസം. ജൂൺ മാസം മുഴുവനും ഈ ഭാഗ്യം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം ആദ്യവാരത്തിലെ ഫലം ഒന്ന് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനും തൊഴിൽ മേഖലയിലെ കലഹങ്ങൾ അവസാനിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി സഹപ്രവർത്തകരോടൊരുമിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും പ്രതീക്ഷിക്കുന്നൊരു ഫലം കാണും. ഈ ജൂൺ മാസത്തിൽ കുടുംബത്തിലൊരു സൽസന്താന യോഗം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. ഗവൺമെൻറ് ജീവനക്കാർക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ആഴ്ചയാണ് വരുന്നത്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. എല്ലാ മേഖലകളിലും ഈ വ്യക്തികൾക്ക് കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ വളരെ കുറവായിരിക്കും. കലഹ സ്വഭാവവും കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്നും കരകയറും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാപപ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടുകയില്ല. പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം. സജ്ജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും. നടുവേദന, ഒടിവ്, ചതവ് ഇവ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ ശ്രമിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ചൊന്ന് നോക്കാം. സാമ്പത്തിക ഉന്നമനത്തിനുള്ള എല്ലാ വഴികളും തുറക്കുന്നുണ്ട്. ചിലവുകളും നിങ്ങളുടെ നിയന്ത്രണങ്ങൾക്കൊപ്പമായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ കടുംപായസം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മാനസിക സമ്മർദ്ദം ഒഴിവാകുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടും. ദൂരയാത്രകൾക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു തുടങ്ങുകയാണ്. അവസരോചിതമായ ഇടപെടലുകൾ കർമ്മമേഖലയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകും. അനാവശ്യമായി പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. ആത്മീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്നവർക്ക് വിജയസാധ്യതകൾ കൂടുതലാണ്. ക്ഷമാപൂർവമുള്ള പെരുമാറ്റം മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റാൻ സഹായിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകും. കുട്ടികളിൽ നിന്നും സന്തോഷം ഉണ്ടാകും. പല കാര്യങ്ങളിലും പൂർണ്ണ വിജയം പ്രതീക്ഷിക്കാം. കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും വരുമാന മാർഗം ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. ദുർഭാഷണം മൂലം അന്യദേശവാസത്തിന് സാധ്യതകൾ കൂടി വരും. വീട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ഒരു സാധ്യതകൾ കൂടി ഈ നക്ഷത്രക്കാർക്കുള്ളത് കൊണ്ട് അനാവശ്യ സംസാരവും നാട്ടിൽ മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം.
അപ്രതീക്ഷിത ധനനേട്ടം ഇവർക്ക് ഒരുപാട് പുതിയ അവസരങ്ങൾ നൽകുന്നതാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മഹാദേവന് മൃത്യുഞ്ജയാർച്ചനയും പിൻവിളക്കും സമർപ്പിക്കണം. മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപ്പായസം എന്നിവയും സർപ്പക്കാവിൽ അനന്ത അർച്ചനയും നടത്തി പ്രാർത്ഥിക്കണം. ഇവർ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സന്തുഷ്ട വിവാഹത്തിന് ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം 100% ഇവർക്ക് വിജയകരം ആകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഈ കാലഘട്ടത്തിൽ വേണ്ട. ഇവരുടെ ജീവിതം തന്നെ തലകീഴായി മാറിമറിയുന്നൊരു സാഹചര്യമാണ് ഈ വിവാഹത്തിലൂടെ കാണുന്നത്. അതുപോലെ തന്നെ വസ്തു വിൽപ്പനയ്ക്കുള്ള തടസ്സവും ഇവർക്ക് മാറിക്കിട്ടും. അതിനായിട്ട് പ്രാർത്ഥനകൾ വളരെ അനിവാര്യമാണ്. പ്രാർത്ഥനകളും കുടുംബത്തിൽ പാരമ്പര്യ ദേവതകൾക്കുള്ള വഴിപാടുകളും നടത്തി വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് സാധിച്ചാൽ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒപ്പം ഹനുമാന് വടമാല കൂടി സമർപ്പിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ശരീരക്ഷീണത്തിന് കുറവ് കണ്ടു തുടങ്ങും. വായ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ, നേത്രരോഗം ഇവ ചികിത്സ വഴി മാറിത്തുടങ്ങും. അതുപോലെ തന്നെ നേത്രരോഗം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കൂട്ടുകെട്ടുകൾ കൊണ്ട് ചില നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കും. കാൽനട യാത്രകൾ വേണ്ടിവരും. കാര്യതടസ്സങ്ങൾ, അഗ്നിഭയം ഇവ അതിജീവിക്കും. ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറും. ദാമ്പത്യ കലഹങ്ങൾ വഴിവിട്ടു പോകാതെ ശ്രദ്ധിക്കണം. കലഹ മനോഭാവം മനസ്സിൽ നിന്ന് ഒഴിവാകും. വിവാഹ ആലോചനകൾ ഇന്ന് ഉറപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. തൊഴിൽ രംഗം വളരെ മെച്ചപ്പെടും. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള കലഹം ദേഹ ഉപദ്രവങ്ങളിൽ എത്താതെ ഒന്ന് ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രോജക്റ്റ് വർക്കുകൾ, എസ്റ്റിമേറ്റുകൾ, മറ്റ് റെക്കോർഡുകൾ തുടങ്ങിയവയിൽ തെറ്റുപറ്റാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിൽ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദത്തിൽ ജനിച്ചവർ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളൊരു വഴി കണ്ടെത്താനായിട്ട് സുഹൃത്തുക്കളുടെ സഹായം ഇന്നേ ദിവസം ലഭിക്കും. ഇന്നേ ദിവസം ലോട്ടറി ഭാഗ്യത്തിലൂടെ ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ വഴികളും തെളിയുന്നുണ്ട്. തൊഴിൽ ഉപകരണങ്ങൾക്ക് കേടുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനലാഭങ്ങൾ ഉണ്ടാകും. വീട്ടിലും മനസ്സിലും സ്വസ്ഥത വർദ്ധിക്കും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പലവിധ ഭാഗ്യ അനുഭവങ്ങളും മനസ്സിൽ നിന്ന് ഒഴിഞ്ഞുപോയവർക്ക് കൂടുതലായിട്ട് തിരികെ ലഭിച്ചു തുടങ്ങും. വാക്ക് സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ആകും. ബന്ധുജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. യാത്രകൾ വേണ്ടിവരും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാമൂഹികപരമായ എതിർപ്പുകൾ മാറിക്കിട്ടും. ചില പാപകർമ്മങ്ങൾ ഗോപ്യത്തിനായി ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവർ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട്. ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിവസം തുലാക്കൂറുകാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാകും. അവരുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും. സഹോദര സഹായം ലഭിക്കും. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഉള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ ഇരട്ടിയായിട്ട് അനുഭവിക്കാൻ യോഗമുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായം അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. മുൻകോപം നിയന്ത്രിക്കണം. സൽക്കർമ്മങ്ങളിൽ വാസന കൂടും. പൊതുപ്രവർത്തകർക്ക് കീർത്തിയും അംഗീകാരവും ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. ഭാവി കാര്യങ്ങളിലുള്ള ആശങ്കകൾ കുറഞ്ഞു തുടങ്ങും. രോഗാരിഷ്ഠിതകൾക്ക് താൽക്കാലിക ശമനവും ലഭിക്കും. വൃശ്ചികക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സ്വസ്തി സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.